ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്നൊരു ചെറിയ വൺ ഡേ ട്രിപ്പിലാണ്. ഞാനും മക്കളും ആങ്ങളമാരോടൊപ്പമാണ് വൺ ഡേ ട്രിപ്പ് പോകുന്നത്. വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. ആ കൂടെ ഞാനും മക്കളും കൂടെ ചെറിയൊരു വൺ ഡേ ട്രിപ്പാണ്. കൊടൈക്കനാൽ പോകാമെന്നാണ് അവന്മാർ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണ്. 4 മണിയായി, വെളുപ്പിന് 4 മണിയാണ്. കാക്ക് വരുന്നില്ല, പണിക്ക് പോകണം. റോസ് പാർക്കിൻ്റെ പണി നടക്കുകയാണ്. ഇപ്പോൾ എമർജൻസി ആയിട്ട് പണി നടക്കുന്നതുകൊണ്ട് കാക്കൂര് പണിക്ക് പോകേണ്ടതുകൊണ്ട് വരുന്നില്ല. ഞാനും മക്കളും കൂടെ വീട്ടുകാരോടൊപ്പമാണ് പോകുന്നത്. എന്താണേലും നമുക്ക് വഴിയെ ഓരോ വിശേഷങ്ങളായിട്ട് കാണാം. ഇപ്പോഴത്തെ എല്ലാവരുടെയും വഴികാട്ടി ഗൂഗിൾ മാപ്പാണ്. അതുപോലെ തന്നെ ഞങ്ങളും ഗൂഗിൾ മാപ്പിട്ടാണ് പോകുന്നത്. നമ്മുടെ തൂക്കുപാലം ടു കൊടൈക്കനാൽ നടിച്ചു കൊടുത്തേക്കാണ്. അപ്പം 2 മണിക്കൂറും 55 മിനിറ്റുമാണ് കാണിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറോളം അടുത്ത് യാത്രയുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കൊടൈക്കനാൽ, ഊട്ടിയൊക്കെ പോകാനായിട്ട്. സാഹചര്യവശാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന സമയത്തും ഞങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പോവാറില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ 3 പേരെയും ടൂറിന് വിട്ടു. അന്നത്തെ സാഹചര്യം അതാണ്. വാപ്പച്ചി അമ്മച്ചിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. നല്ല ആഗ്രഹമുണ്ട് ഓരോരുത്തരൊക്കെ വന്ന് കൊടൈക്കനാൽ പോയി. ഊട്ടിയിൽ ഭയങ്കര തണുപ്പാന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും കൊതിയാണ്, ആഗ്രഹത്തേക്കാൾ കൂടുതൽ. ഒരിക്കലെങ്കിലും അവിടെ എത്തി ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എന്തെങ്കിലും നമുക്ക് പോകാം അക്കച്ചിന്ന് കുഞ്ഞാങ്ങളമാർ പറയുമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞു വാക്കുകൾ ഇന്ന് പ്രാബല്യത്തിലെത്തി. അവന്മാർ പഠിച്ച് ഒരു നിലയിലെത്തി. വലിയ നിലയിലൊന്നുമല്ല, ചെറുതായിട്ട് തന്നെ. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നുമില്ല എങ്കിലും ചെറിയ ചെറിയ യാത്രകളിൽ അവന്മാർ എന്നെയും ഒപ്പം കൂട്ടുന്നു. അങ്ങനെ ഞങ്ങൾ ഉപ്പർപ്പെട്ടി ടോൾ ഗേറ്റിലെത്തി. അങ്ങനെ പ്രഭാത സൂര്യൻ ദാണ്ടെ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. സൂര്യോദയം മക്കളൊന്നും കണ്ടിട്ടില്ല. വണ്ടി മുൻപോട്ട് പോകും തോറും വളരെ വ്യക്തമായി വളരെ വലുതായും കാണാൻ കഴിയുന്നുണ്ട്. ഫത്തഹിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, വണ്ടി നിർത്തി. സാധാരണ വെളുപ്പിനെയൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ടാണ് വണ്ടിയിൽ കയറുന്നതേ കമന്ന് കിടന്നുറങ്ങും. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര ആക്റ്റീവായിട്ടോ ഒരെണ്ണം ഉറങ്ങിയിട്ടില്ല. നല്ലതുപോലെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഐറുമോള് മാത്രം നല്ല ഉറക്കത്തിലാണ്. 6 മണി 6:30 സമയമായിട്ടുള്ളൂ. ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. എല്ലാവരും ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണ്. എൻ്റെ മക്കളുടെ ഒരു പ്രധാന ഹോബിയാണ് അബിയെ പിടിച്ചു നിർത്തി എൻ്റെ പൊക്കം നോക്കുന്നത്. എൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്തയാൾ ഞാനാണ്, ഏറ്റവും ഇളയാൾ അബിയ. അപ്പോൾ അബിയുടെ പകുതി പോലും ഇല്ലെന്നും പറഞ്ഞ് മക്കൾ എന്നെ കളിയാക്കും. എന്താണെന്നറിയില്ല, ചായ കയ്യിൽ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഈ ഗ്ലാസ് കണ്ടിട്ടാണ്. ഇതൊരു ഗ്ലാസ് എന്ന് പറയാൻ പറ്റുമോ, ഒരു കപ്പെന്ന് പറയാൻ പറ്റുമോ, ഒന്നുമല്ലാത്തൊരു സിറ്റുവേഷനാണ്. എന്താണേലും കപ്പിനുള്ള പിടിയൊന്നും ഇതിലില്ല, കയ്യിൽ ചൂട് തട്ടുന്നുമില്ല. കുൾഫി ഐസ്ക്രീമൊക്കെ കിട്ടുന്ന ആ ഒരു ബോട്ടിലിൻ്റെ ലുക്കാണ്. ചായ ആണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കടയിൽ ചായ എടുത്ത അണ്ണനോട് ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണ്, എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, തേനി ഹോൾസെയിൽ കടയിൽ കിട്ടും. ഇത് ഈ കടയുടെ ഒരു പ്രത്യേകതയായിട്ട് അവരെടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഒരിക്കൽ വരുന്ന മലയാളികൾ പിന്നെയും ഈ കടയിൽ ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത കൊണ്ട് ചെല്ലുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ സ്നാക്സായിട്ട് വാങ്ങിച്ചേക്കുന്ന ജിലേബി, അതിരസം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇവിടെ രാവിലത്തെ ഒരു തിരക്കാണ്. ഒരു 6:30 സമയമായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ തന്നെ ഈ കടയിൽ ഇത്രയധികം തിരക്കാണ്. കണ്ടോ, എല്ലാവരും ചായ കുടിച്ചു. ഭർത്താവൊക്കെയാണ് ചായ കുടിക്കത്തേ ഇല്ലാത്തതാണ്. ഈ ഗ്ലാസ് കണ്ടിട്ടാണോ അതോ ചായയുടെ ടേസ്റ്റ് കൊണ്ടാണോ, എല്ലാവരും തന്നെ ചായ കുടിച്ചു. ഐറുമോൾക്ക് പാല് പറഞ്ഞു, പാല് കിട്ടി. എന്താണെങ്കിലും വേണ്ടേ, ഫസീനേയും കുഞ്ഞുങ്ങളെയും തേടി പോകുന്നതാണ്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. കുഞ്ഞുങ്ങൾ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. കുക്കു അമ്മച്ചിയും കൂടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ്. തിത്തുവേ, തിത്തപ്പാ ഹായ് ഒക്കെ എഴുന്നേറ്റില്ലേ? ആണോ? ചാവൂടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറിയപ്പം ഇപ്പം നീ പോരുന്നു. ചെപ്പൻ ഈ വണ്ടിയിലായി. ഹായ് ഇവിടെ ഹായ്. അന്ന് താഴെ പോകാൻ നോക്കിയോണം കേട്ടോ. ഹായ്.
കണ്ടോടി ഹായ് കൊടുത്തേ. ഇച്ചപ്പൻ പുറകെ വരുന്ന അവന്റെ വാപ്പീനെയും ഉമ്മീനെയും കണ്ടു. വിളിച്ചേ വിളിച്ചേ പത്തകളുള്ളതുകൊണ്ട് ഇതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. അവൻ കളിയിലേക്ക് തിരിച്ചു പോയി. പുറകിൽ അവന്റെ ഉപ്പ വരുന്നത്, അവിടെ വണ്ടി വരുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ ഉപ്പായെ വിളിക്കുക. വിളിച്ച ഉപ്പായെ. യാത്രയുടെ ഒരു ഓളമാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടത്തുള്ള എന്നുള്ള പാട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചപ്പൻ സഹിതം ഡാൻസ് കളിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവർക്ക് ആ പാട്ട്. നമ്മുടെ നാട്ടിലേക്കൊക്കെ കരിക്ക് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഒരു തെങ്ങൻകൊല കണ്ടാൽ തന്നെ നമുക്കറിയാം അത്രത്തോളം അവർ ആ കൃഷി വളരെയധികം ഭംഗിയായിട്ട് നോക്കുന്നത് കൊണ്ടാണ്. ആ തെങ്ങിൻ തോട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ട്. 2 സൈഡിലായിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പുളികളാണ്. ഈ തമിഴ്നാടിൻ്റെ ഒരു വരുമാനമാണ് ഈ പുളികൾ. നല്ല ഭംഗിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. 2 സൈഡ് നല്ല തണൽ മരങ്ങളായിട്ട് 2 സൈഡിൽ നിന്നും നിറഞ്ഞു നിന്ന് റോഡിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു ഈ മരങ്ങൾ. ഈ സ്ഥലത്തെത്തിയപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് നിർത്തിയതാണ്. ഇവിടെ ആളുകളെല്ലാം തന്നെ നിർത്തി കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ കുറച്ച് ഡാമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. വെള്ളമൊക്കെ കെട്ടി നിൽപ്പുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. വെള്ളം അതിലും കുറവാണെന്ന് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പ്ലാസ്റ്റിക്കും അതും എല്ലാം എടുത്ത് എറിയുന്ന ഇഷ്ടംപോലെ കിടപ്പുണ്ട്. കൊച്ചിനെ എടുക്കാൻ മറക്കല്ലേ. ഈ യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വഴിയിലെല്ലാം തന്നെ ദൈവന്മാരെ പോലുള്ള കുരങ്ങന്മാർ കാണും. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, ഫോണ്, ടവലുകൾ ഇതൊക്കെ ഇവന്മാർ തട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവന്മാർ അതും കൊണ്ട് വിട്ടുപോയി കളയും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് നിർത്തിയതാണ്. ഇത് അവനെ ടിക്കറ്റും കൊണ്ട് അവനെ കുരങ്ങ് പിടിച്ചോണ്ടോ നോക്കണേ. ഫോണിന്ന ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇതിന് മുകളിലായിട്ട് കയറി നിന്നാണ് കാണുന്നത്. പോവാ കൊച്ചു പോ. மட்டும் அடிக்க முடியும் உன்னால. ഇത് എലിവാൾ അരുവി എന്ന് എനിക്ക് തൊട്ടടുത്ത് നിന്ന തമിഴ്ക്കാരാണ് പറഞ്ഞു തന്നത്. ഇത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല ഭംഗിയാണ് കാണാൻ. വെള്ളച്ചാട്ടം കുത്തി ഒഴുകുന്നത് കാണുമ്പം ഈ അരുവിക്കൊരു പ്രത്യേക ഭംഗിയാണെന്ന് കൂടി അവരെനിക്ക് പറഞ്ഞു തന്നു. എനിക്കറിയില്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരെനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. എവിടെ കയറിയിട്ടും തിരക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ.
ഈ സ്കൂട്ടിയിൽ ഒരു കുഞ്ഞു കൊച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അവർ എഴുന്നേറ്റ് ഓടി ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പോയ ടവൽ ആദ്യം തട്ടിയെടുത്ത് കൊച്ചിൻ്റെ കയ്യിൽ നിന്ന്. അതിനുശേഷം ഇതിനകത്ത് പഴം ഇരിപ്പുണ്ടായിരുന്നു. പഴമൊക്കെ എടുത്ത് തിന്ന ശേഷമാണ് ഇതുപോലത്തെ മെനകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് സങ്കടം തോന്നും. ഭക്ഷണത്തിന് വേണ്ടിയാണ് അതുങ്ങൾ ഇത്രയും വെപ്രാളം കാണിക്കുന്നത്. കൊടുക്കുന്നവരുണ്ട്, ഇതുങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട്. പാപ്പച്ചി വെള്ളം മേടിച്ച് കൊടുത്തപ്പോൾ ആ വെള്ളത്തിൻ്റെ അടിഭാഗം പല്ലുകൊണ്ട് കിഴിച്ച് പൊട്ടിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടെ കുഞ്ഞു കുരങ്ങന്മാരെ കാണും കേട്ടോ. വളരെ ചെറിയ കുരങ്ങന്മാരെ അമ്മയെ അള്ളി പിടിച്ചിരിക്കുന്നത് കാണാം. ഇതാ കണ്ടോ, ഒരു കുട്ടിക്കുരങ്ങൻ. നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. അതുങ്ങളെ ഉപദ്രവിക്കാനായിട്ട് പോയാലെങ്കിലും ഉപദ്രവിച്ചാലേ ഉള്ളൂ. അതുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ നമ്മളെ ശല്യം ചെയ്യുന്നുള്ളൂ. ആണോ വില മാറിക്കത്തു? ഇത് 100ൻ്റെ വലിയ ബോട്ടിലോ? കാന്താരി ഉപ്പിലിട്ടത്. ഇത് ഷാമ്പു, ചെമ്പരത്തി ഷാമ്പു അല്ലേ? വലിയ കുപ്പിയിലെ എന്തുവാ? ഇത് തേനോ? ഇത് തൈലം, നല്ലൊരു തൈലം. സിസ്റ്റേഴ്സ്, കേരള സിസ്റ്റേഴ്സ് ഇവിടെ അടുത്ത്, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നതാണോ? നല്ലൊരു തൈലം. ഇത് ഞാൻ വിൽക്കണമെന്ന് പറയുന്നില്ല, വിൽക്കാനായിട്ട് പറയുന്നില്ല, പക്ഷെ നല്ലൊരു തൈലം. വേദനയ്ക്കൊക്കെ ഉള്ളതാണോ? അതെന്നാ? മുട്ടിയുടെ വലി, മുട്ടുവേദനയ്ക്ക്. മുട്ടുവേദനയ്ക്ക് ഇവിടെ സിസ്റ്റേഴ്സ്മാരുണ്ടാക്കുന്നത്. കോൺവെന്റ് ആണോ? ആണോ? ഇത് ഊത്തെന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞങ്ങളിവിടെ ജസ്റ്റ് പിള്ളേർക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് വാങ്ങിക്കാനായിട്ട് നിർത്തിയതാണ്. പെട്രോൾ പമ്പിൽ കയറി ഒന്ന് പെട്രോൾ അടിക്കാനും എല്ലാം കൂടെ ഒന്ന് നിർത്തിയതാണ്. ഇനി ഇവിടുന്ന് 27 കിലോമീറ്ററേ ഉള്ളൂ കൊടൈക്കനാലിന്. ഊത്ത എന്ന് പറയുന്ന സ്ഥലം വരെ നമ്മൾ എത്തി. യാത്ര തുടരുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഒരുപാട് ലെങ്ത് ആയിപ്പോവും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാണാനെന്ന് എനിക്കറിയാം. എന്താണേലും നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ കൊടൈക്കനാൽ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.